നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ചിങ്ങം രാശിക്കാർ, ഏത് മകം പൂര ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ സൂര്യനും ശനിയും ചിങ്ങം രാശിക്കാരുടെ അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമശനിയാണ്. സൂര്യൻ ഇപ്പോൾ അഷ്ടമ രാശിയിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 3:30 PM ചൊവ്വ കൂടി അഷ്ടമത്തിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ അഷ്ടമത്തിൽ 3 പാപഗ്രഹങ്ങൾ നിൽക്കുന്നു. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൂര്യനും ചൊവ്വയും ശനിയുടെ ശത്രുക്കളാണ് ജ്യോതിഷപരമായിട്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു ഗുരുതരമായ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് സമൂഹത്തിനെ തന്നെ എല്ലാ രാശിക്കാരെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചിങ്ങം രാശിക്കാർക്ക് മാത്രമായിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. പക്ഷേ ശുക്രനും വ്യാഴവും അതിശക്തമായിട്ട്, ശുക്രൻ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തും ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തും നിൽക്കുകയാണ്. എന്നിട്ട് പോലും ഞാൻ പറയുന്നു, സംഭവം ഈ അഷ്ടമത്തിൽ 3 പാപഗ്രഹങ്ങൾ വരുന്നത് ദോഷകരമാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. പക്ഷേ എത്ര വലിയ ദുര്യോഗം ഉണ്ടെങ്കിലും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നമുക്ക് ഇത് നിസ്സാരമായിട്ട് മറികടക്കാം. ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കുക, നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. ഈശ്വരാധീനം നേടുക. അപ്പോൾ അത് എങ്ങനെ, അത് ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനുമായിട്ട് വാട്സാപ്പിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇത് ചൊവ്വ ഈ രാശിയിൽ വരുമ്പോൾ അഷ്ടമരാശി, അതായത് ചിങ്ങം രാശിയുടെ അഷ്ടമരാശിയായ മീനം രാശിയിൽ വരുമ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരു സപ്പോർട്ട് അത്യധികം ഉണ്ട്. പക്ഷേ എന്നിട്ടും അത് നമുക്ക് പോരാതെ വരുന്നു. ആ രീതിയിൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥയും ബാധിക്കും. ഏപ്രിൽ 2 3:30 PM ചൊവ്വ നിങ്ങളുടെ അഷ്ടമരാശിയിൽ വരുന്നു. അത് മെയ് 11 വരെ നിൽക്കും. ഓക്കെ, ഇതിനിടയിൽ ഒരു ഗുണമുണ്ട്. ഏപ്രിൽ 14 സൂര്യൻ രാശി മാറും. ഓക്കെ, ഭാഗ്യസ്ഥാനത്തേക്ക് വരും. അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഏപ്രിൽ 10 ബുധൻ കൂടി ഈ അഷ്ടമത്തിൽ വരും. പക്ഷേ അഷ്ടമത്തിൽ ബുധൻ അനുകൂലമാണ് എങ്കിലും ബുധൻ നീചരാശിയിലാണ്. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നില്ല. അത് കൂടാതെ ബുധനും ചൊവ്വയും ശത്രുക്കളാണ്. അത് മാത്രമല്ല, ഇതെല്ലാം നിൽക്കുന്നത് ശുക്രൻ്റെ ഉച്ചക്ഷേത്രമായ മീനം രാശിയിലാണ്. അപ്പോൾ ശുക്രൻ്റെ ശത്രുക്കൾ ആണ് ഈ സൂര്യനും ചൊവ്വയൊക്കെ ശത്രുഭാവത്തിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ കൂട്ടത്തിലൊരു ആകെ ഒരു ഫുൾ കൺഫ്യൂഷനാണ്. ഞാൻ ഇത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് പൊതുവെ എല്ലാവർക്കും, ഇതും മലയാളികൾക്ക് മുഴുവൻ മോശപ്പെട്ട ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ദയവായി അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചൊവ്വ, സൂര്യൻ, ശനി ഇവ അഷ്ടമത്തിൽ വരുന്നു. ഓക്കെ, അതിൻ്റെ കാഠിന്യം കുറയുന്നത് ഏപ്രിൽ 14. ഓക്കെ, എങ്കിലും കാഠിന്യം കൂടുന്നത് ഏപ്രിൽ 10, 11, 12, 13, 14 തീയതികളിലാണ്. ഓക്കെ,
അതുകൂടാതെ നിങ്ങൾക്ക് ശിഖി അഥവാ കേതു ജന്മത്തിൽ നിൽക്കുകയാണ്. 7ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു. ഓക്കെ, അപ്പം ചുരുക്കത്തിൽ 5 പാപഗ്രഹങ്ങൾ ഒരുമിച്ച് പ്രതികൂലമായിട്ട് വരുന്നു. ബുധനും പ്രതികൂലമാണ് 10-ാം തീയതി വരെ, ഏപ്രിൽ 10-ാം തീയതി വരെ. അതിനുശേഷം നീചരാശിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുണവുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ 5 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഏപ്രിൽ 14 വരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ്, എന്നാൽ തന്നെയും 5 പാപഗ്രഹങ്ങളുടെ ഡയറക്റ്റ് പ്രതികൂലമായിട്ടുള്ളൊരവസ്ഥ നമുക്ക് മറികടക്കാൻ ഈശ്വരനെ ഭജിക്കുക, മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം പാലിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നിസ്സാരമായിട്ട് മറികടക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാം ശാസ്ത്രീയമായ രീതിയിൽ, അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ജ്യോതിഷമൊക്കെ നോക്കാൻ വരുന്നവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശം അതാണ്. കൃത്യനിഷ്ഠ പാലിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ ഒതുക്കാനൊക്കില്ല. അത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇത് പ്രൊഫൈൽ ഹോം പേജിൽ കയറി വീഡിയോസ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് വീഡിയോസ് 10-450 ഉണ്ട്. അതിനകത്തുനിന്ന് ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. എങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ ഇത് ചെയ്തു തരാം. പിന്നെ എനിക്ക് ഈ ഇതിൻ്റെ ലിങ്ക്, ഈ പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ ഒരു പോരായ്മ, നമുക്ക് ഞാൻ ഒരു ഓൾഡ് ജനറേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഇടാൻ എനിക്ക് അറിയത്തില്ല, ടെക്നിക്കൽ അറിയത്തില്ല. പയ്യന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷേ അവരെല്ലാവരും തന്നെ ബിസിയാണ്, തിരക്കാണ്. പിന്നെ അവരെ കൈ കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഇതങ്ങ് വിട്ടുപോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിങ്ക് ഇടാൻ എനിക്ക് പറ്റുന്നില്ല. എന്തായാലും സംഭവം ഇതാ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതാണ്. എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഏപ്രിൽ 14 വരെയെങ്കിലും നമ്മൾ ശിവക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ പാർവതി കൂടിയുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. തീർച്ചയായിട്ടും ശിവക്ഷേത്രമാകുമ്പോൾ സർപ്പപ്രതിഷ്ഠയുണ്ടാവും. ഓക്കെ, അപ്പോൾ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പിന്നെ പറ്റുമെങ്കിൽ ഈ കാലയളവിൽ വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഈശ്വര ഭജനം ചെയ്യുക. കർമ്മം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത്, അതായത് രാവിലെ 5 മണി തൊട്ട് 11 മണി വരെ, വൈകിട്ട് 5 മണി തൊട്ട് ഒരു 8 മണി വരെയും ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ കർമ്മം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് ശ്യാമളാദണ്ഡകം, മാണിക്യ വീണ ഉപരാളയന്തി എന്ന് തുടങ്ങുന്ന ആ കാളിദാസ കീർത്തനം, ആ പ്രാർത്ഥന, എല്ലാ ദേവിമാരെയും പ്രകീർത്തിക്കുന്ന ശ്ലോകം ചൊല്ലുക. അത് ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 12 മണിക്കും ഒക്കെ ചൊല്ലാം. ഓക്കെ, അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പോകുന്നതിനോടൊപ്പം തന്നെ ഞായറാഴ്ച ശിവന് ജലധാര നടത്താൻ ശ്രമിക്കുക.
ചൊവ്വാഴ്ച മുരുകന്, മിക്കവാറും ശിവക്ഷേത്രമാകുമ്പോൾ മുരുകനും കാണും, മുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ. ചൊവ്വാഴ്ച മുരുകന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് കദളിപ്പഴം അല്ലെങ്കിൽ തൃക്കൈവെണ്ണ നടത്തുക. പിന്നെ വെള്ളിയാഴ്ച നമ്മൾ ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ തീർച്ചയായിട്ടും ശനിയാഴ്ച സമ്പൂർണ്ണ വെജിറ്റേറിയനായിട്ട് പരമാവധി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക്, ഇതൊക്കെ വഴിപാടായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇവിടെ ചൊവ്വാഴ്ച നമ്മൾ കഴിവതും ഓം വജത് ഭുവേ നമ എന്ന മൂലമന്ത്രം ചൊല്ലുക. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി നേട്ടങ്ങൾ നേടാവുന്ന, ഭാഗ്യങ്ങൾ, ഈശ്വരാധീനം നേടാവുന്ന മന്ത്രങ്ങൾ നിങ്ങൾ മിക്കവാറും എല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാൽ തന്നെ അത് ഏറ്റവും സെലക്ട് ചെയ്ത് ഞാനൊരു 7 മന്ത്രങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അസുഖങ്ങൾ വരാതിരിക്കാനും ഉള്ള അസുഖങ്ങൾ പോകാനും നമ്മൾ അസ്മിൻ പരാത്മൻ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം, നാരായണീയത്തിലെ ശ്ലോകം ചൊല്ലുക. പിന്നെ തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം, പിന്നെ ശ്യാമളാതണ്ഡകം. ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും, മന്ത്രങ്ങൾ കോടിക്കണക്കിനുണ്ട്, അതെല്ലാം കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഉള്ള ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള മന്ത്രങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, മന്ത്രങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ആൾറെഡി തന്നെ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ ചിങ്ങൻ രാശിക്കാർ പ്രത്യേകിച്ച് ഏപ്രിൽ 14 വരെയെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.